ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് മലയാളി. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ USSനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ നിങ്ങളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, ഒരുപാട് എക്സാമുകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ത് ചെയ്യാറുണ്ട്, എല്ലാ തവണയും ഈ ഭാഗത്ത് നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് മറ്റൊന്നുമല്ല മക്കളെ, സോഷ്യൽ സയൻസിനകത്ത് USSലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പോർഷൻ ഏതാണെന്നല്ലേ, അത് ഇതാണ് മക്കളെ. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ചാണ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള നിരവധിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ USS എക്സാമിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സും അവരുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം മക്കളെ. അപ്പോൾ നമുക്ക് കേരളത്തിനകത്ത് പ്രധാനപ്പെട്ട ഈ സോഷ്യൽ റിഫോമേഴ്സിനെ നമ്മൾ പറയുന്ന സമയത്ത് മക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, വൈകുണ്ഠ സ്വാമികളുണ്ട് അല്ലേ. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് എന്ത് ചെയ്തത്, വൈകുണ്ഠ സ്വാമികൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് ഇത് സമത്വ സമാജം. അതുപോലെ ചട്ടമ്പി സ്വാമികളാണ് ഇദ്ദേഹം ഈ പറയുന്ന ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കെതിരെ, സംബന്ധത്തിനെതിരെയൊക്കെയാണ് ചട്ടമ്പി സ്വാമികൾ ഇതുപോലെ തന്നെ പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP എന്ന് പറയുന്നതാണ് ശ്രീനാരായണ ഗുരു അല്ലേ. അതുപോലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട്. അദ്ദേഹം പ്രധാനമായിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. കുര്യാക്കോസ് ഏലിയ ചാവറ എന്ന് പറയും. അദ്ദേഹം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ റിഫോമറാണ് അയ്യങ്കാളി. അദ്ദേഹത്തിനാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്, അദ്ദേഹത്തിനാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ കേട്ടോ. അപ്പോൾ ഓർത്തു വെച്ചോണം, അയ്യങ്കാളി ഇതാണ് സാധുജന പരിപാലന സംഘം, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ഇത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അതുപോലെ തന്നെ വാഗ്ബടാനന്ദൻ ഉണ്ട്, ആത്മവിദ്യാസംഘം ഉണ്ട്. ആരതാണ് വാഗ്ബടാനന്ദൻ, അതുപോലെ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ്റെതാണ് സഹോദര പ്രസ്ഥാനം. അതേപോലെ പണ്ഡിറ്റ് KP കറുപ്പൻ്റേത് അരയ സമാജം. അതുപോലെ മന്നത്ത് പത്മനാഭൻ്റേത് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി. അതുപോലെ VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവനത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് കറുപ്പൻ്റേത് അരയ സമാജം, അതുപോലെ മന്നത്ത് പത്മനാഭൻ്റേത് നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാടിൻ്റെത് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവനത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത്രയും പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ് ആണ് മക്കളെ. എങ്ങനെയാണ് ഇതിൽ ഈ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ കേരള. മകളെ, ഈ പറയുന്ന ആധുനിക കേരളത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് മകളെ? ഏറ്റവും പ്രധാനമായിട്ടും ഈ റിനൈൻസസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിനകത്ത് ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയാണ് ഓപ്ഷൻസിനകത്ത് നിന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ. ഫസ്റ്റ് അവിടെ കാണാം അയ്യങ്കാളി ഉണ്ട്, ശ്രീനാരായണ ഗുരു ഉണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്. ഈ പറയുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് മറ്റാരുമല്ല, ഓപ്ഷൻ B ആണ്, ശ്രീനാരായണ ഗുരുവാണ് അതിന്റെ റൈറ്റ് ആൻസർ. ആരാണ്? ശ്രീനാരായണ ഗുരു. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അദ്ദേഹം ഏതാണ് ഫാദർ ഓഫ് മോഡേൺ കേരള എന്നാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കോട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് ആര്, ഈ പറയുന്ന ശ്രീനാരായണ ഗുരു. നമ്മൾ പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം അല്ലേ. നമ്മൾ ഓൾറെഡി തന്നെ ഇപ്പോൾ പറഞ്ഞു, സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അത് മറ്റാരുമല്ല, അത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ B ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം. ഈ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് വില്ലുവണ്ടി സമരം. അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ് ഇത് വില്ലുവണ്ടി സമരം. അപ്പോൾ ഇത്തരത്തിലേക്ക് പ്രധാനമായിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാറുണ്ട്, USSനകത്ത് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്നുള്ളതല്ലേ, അതൊക്കെ നമ്മൾ ലൈവിനകത്ത്, ഇനി വരുന്ന ലൈവിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ക്ലാസ് 7ലെ കുട്ടികളാണെങ്കിൽ ഈ വർഷം USS നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ വർഷത്തെ മെയിൻ എക്സാം പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിനകത്തൊക്കെ നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സൈലത്തിൻ്റെ അവെഞ്ചേഴ്സ് ബാച്ചാണ് മക്കളെ. ആർക്കെങ്കിലും ഇതേപോലെ തന്നെ ഈ ക്രിസ്മസ് എക്സാമിന്, ഓണം എക്സാമിനകത്തൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് അവെഞ്ചേഴ്സിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ, അവെഞ്ചേഴ്സിന്റെ ഭാഗമായി മാറിക്കോ. ഈ വർഷത്തെ USS എക്സാമും അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമും മെയിൻ എക്സാമിലൊക്കെ തന്നെ നമ്മൾ ഫുൾ മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, നേടും മക്കളെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ ആൾക്കാർക്കും USS കിട്ടട്ടെ, എല്ലാ ആൾക്കാർക്കും ഇതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന്റെ നല്ല മാർക്ക് കിട്ടട്ടെ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോ ബൈ എവരിവൺ, ബൈ.